ആഖിറം അല്ലാഹു സലാമത്താക്കി തരട്ടെ. വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്വാലിഹാത്തി ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ. മുഅ്മിനായ നിലക്ക് അല്ലാഹുവിനെ സമീപിച്ചു. മുഅ്മിനായിന് മാത്രമല്ല, ഖദ് അമില സ്വാലിഹാത്ത്, ഒരുപാട് സുകൃതങ്ങൾ ചെയ്തിട്ടുണ്ട്. സുകൃതങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. സ്വന്തത്തിലും കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും അയൽക്കാരിലും നിറഞ്ഞ സുകൃതങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനാണ് അല്ലാഹു തആല നമ്മുടെ കയ്യിൽ സ്വത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ തന്ന. അതിനാണ് സുകൃതങ്ങൾ ധാരാളം ചെയ്യാം. സുഖിക്കാനല്ല, അതൊന്നും അങ്ങനെ കരുതരുത്. മക്കളെ തന്ന സുഖിക്കാനല്ല, സുകൃതങ്ങൾ ഉണ്ടാകാൻ. അവരെയും കൂട്ടിയിട്ട് നമുക്ക് സുകൃതങ്ങൾ വർദ്ധിപ്പിക്കണം. അവർക്ക് ജ്ഞാനം നൽകിയിട്ടും വഴി കാണിച്ചു കൊടുത്തിട്ടും നല്ലത് പരിശീലിക്കും. ഇതൊക്കെ സുഹൃത്തുക്കളാ. അല്ലാതെ കുട്ടികൾ ഉണ്ടാകുമ്പോഴേക്ക് കണക്കൂട്ടരുത്. ഇത് 25 വയസ്സാകുമ്പോ എത്ര ഇങ്ങോട്ട് കിട്ടുക, അങ്ങനെ കാര്യം പോയി. ഇത് 40 ആകുമ്പോഴേക്ക് എത്ര കിട്ടും ഇങ്ങോട്ട്, മാസം 25 കിട്ടോ അല്ലെങ്കിൽ 40 കിട്ടോ, അങ്ങനല്ല. ദുനിയാവിന്റെ ഒരു ഇതിന് സജീവതയ്ക്ക് വേണ്ടിയല്ലത്. അത് സ്വാഭാവികമായിട്ട് ഓരോരുത്തരും ചെയ്യും. അവരെ കൊണ്ട് ആഖിറത്തിലേക്ക് നമുക്ക് നന്മ കിട്ടണം. അതിനാണ് അല്ലാഹു തആല നമുക്ക് കച്ചവടം തന്നു. ആ കച്ചവടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സമൂഹത്തിൽ ഒരാൾ നിർവഹിക്കുന്ന ഒരു ബാധ്യതയുടെ പുറമെ ഒരുപാട് സേവനങ്ങൾക്ക് ഒരാൾക്ക് കഴിയും. കച്ചവടത്തിലൂടെ ഒരുപാട് ബന്ധങ്ങളെ സഹായിക്കാൻ കഴിയും. അല്ലാഹു തആല കൊടുക്കുന്ന ബർക്കത്തിലൂടെ വീണ്ടും വീണ്ടും സുകൃതങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ നോക്ക്, എത്ര നല്ല നല്ല കച്ചവടക്കാരുണ്ട്, സൽപ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരതിനു വേണ്ടി തന്നെ ഒരുക്കൂട്ടി വെച്ച ഒരു തുക ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട രോഗിക്കോ ഏതെങ്കിലും സുഖമില്ലാത്ത ആളുകൾക്കോ കൊടുത്ത് സഹായിക്കുന്നവരുണ്ട്. അപ്പൊ അവർ നിർവഹിക്കുന്ന ആ ബാധ്യതയുടെ പുറമെ ഈ സേവനം കൂടിയായി. എത്ര കൃഷിക്കാരുണ്ട് അങ്ങനെ. കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലോടുകൂടെ ആ കൃഷിയിലൂടെ സമൂഹത്തിന്റെ സേവനം അതും ലക്ഷ്യമാക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല രണ്ട് നിലക്ക്, ഫർളായ നിലക്കുള്ള സ്വതക്കയും സുന്നത്തായ നിലക്കുള്ള സ്വതക്കയും രണ്ടും സമ്പത്തിന് അല്ലാഹു തആല വെച്ചത്. രണ്ടും വെച്ചിട്ടുണ്ടല്ലോ. ഫർളായ സ്വതക്ക, സുന്നത്തായ സ്വതക്ക. ഫർളായ സ്വതക്കയാണ് സക്കാത്ത് എന്ന് പറയുന്നത്, നേർച്ച എന്നൊക്കെ പറയുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്ത വാഗ്ദാനങ്ങൾ അതൊക്കെ ഫർളാണ് കേട്ടോ. വാഗ്ദാനങ്ങളൊക്കെ കടായിട്ട് വരും, ഒന്നും മറക്കരുത്. സ്വന്തം ഭാര്യക്ക് ചെയ്ത വാഗ്ദാനാണെങ്കിലും അതൊരു ബാധ്യതയായിട്ട് അവിടെ വരും. കൊടുത്തേക്കണം. എത്ര കാലം കഴിഞ്ഞാലും. ഇപ്പൊ ഇല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി തൗഫീഖിന് ദ്വാരക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെ കൊടുക്കണം. അത് മാറൂല. വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാമിക ലോകത്തേക്ക് ആദ്യമായി വലിയ ഒരു സമ്പത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ബഹ്റൈനിൽ നിന്ന് ഒരുപാട് സ്വത്ത് വന്നു. ആ സ്വത്ത് പൊതു ഫണ്ടിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് അതിങ്ങനെ മുന്നിൽ വെച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് ചോദിച്ചു, ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം തരാനുണ്ടെങ്കിൽ ഒന്ന്, രണ്ടാമത് വാഗ്ദാനം ചെയ്ത വല്ലതും തരാനുണ്ടെങ്കിൽ അവര് വരണം. ആ സ്വത്ത് വന്നിട്ടുണ്ട്, തരാൻ വേണ്ടിയാണ്. സ്വഹാബിമാര് വന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എനിക്ക് തരാണ്ട്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, തരാനുണ്ട്. എന്നോട് പറഞ്ഞു, ബഹ്റൈനിൽ നിന്ന് സമ്പത്ത് വന്നാൽ നിങ്ങൾക്ക് ഇത്രയും 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 തരും. രണ്ട് കൈ ഇങ്ങനെ കൂട്ടിയിട്ടാ പറഞ്ഞെന്ന്. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ രണ്ട് കൈയും കൂട്ടിയിട്ട് ഇതിൽ നിന്നൊന്ന് വാരി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ചാക്കിൽ നിന്ന് ഗോതമ്പല്ല ദിർഹമാ വരുന്നത്. വാരിയെടുത്തു. എണ്ണി നോക്കാൻ പറഞ്ഞപ്പോ ഒരൊറ്റ വാരല് 500 ദിർഹമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ 1000 കൂടി കൂട്ടിക്കൊടുത്തു. അപ്പൊ 1500 ദിർഹം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ മുമ്പ് നൽകിയ ഒരു വാഗ്ദത്തമാണ്. അത് നിറവേറ്റണം പറഞ്ഞതിന്റെ അർത്ഥം. നമ്മള് സ്വന്തക്കാരോട്, മക്കളോട്, കുടുംബത്തോട് ആരോട് പറഞ്ഞാലും, ഇനി ആരൊന്നും പറയില്ല അല്ലെ, ആരോട് പറഞ്ഞാലും പറയാതിരിക്കാനല്ലേ അത് പറയുന്നത് നിർവഹിക്കണം. അതൊരു ബാധ്യതയാണ്. അതൊക്കെ നിർബന്ധമായ നിലക്കുള്ള ഐറ്റംസിൽ പോകും. കഫാറത്ത് നിർബന്ധമായതിൽപ്പെട്ട ഒന്നാണ്. പ്രായശ്ചിത്തം. സത്യം ചെയ്തിട്ട് പൊളിക്കേണ്ടി വന്നു, അതാണ് ഖൈറെന്ന് തോന്നിയ പൊളിച്ചു. മിണ്ടൂലെന്നു സത്യം, അതാണ് വേഗം വരും. പിന്നെ മിണ്ടണം എന്നായി, അതിലാണ് ഖൈറ്. മിണ്ടാ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് പ്രായശ്ചിത്തം കൊടുക്കും. പ്രായശ്ചിത്തം കൊടുക്കുന്നിടത്ത്
മിസ്കിന്മാർക്ക് 10 മിസ്കിന്മാർക്ക് അളവനുസരിച്ചുള്ള മുദ്ദ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം. ആ സംവിധാനം ഇപ്പൊ ഇല്ലല്ലോ. അതിന് സാധിക്കാത്ത ആള് 3 ദിവസം നോമ്പ് നിൽക്കണം. അവിടെയും സാമ്പത്തികമായ ഒരു ചെലവ് വരും. ഇതൊക്കെ നിർബന്ധ ചെലവുകളാണ്. ഹജ്ജിന് പോയയിടത്ത് ഒരുപാട് കഫാറത്തുകൾ കാണാം. പോകുന്ന ആൾക്കാർ നല്ലോണം പഠിക്കണം. പല കഫാറത്തുകൾ വരും, പല രൂപത്തിൽ ഫിദിയായി കൊടുക്കേണ്ടത്. മുഹറമാത്ത് തെറ്റിച്ചതിനും വാജിബായ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതിനുമൊക്കെ പ്രായശ്ചിത്തങ്ങൾ വരും. അത് ബലിദാനമായിട്ട് നിർവഹിക്കേണ്ടതും കഴിയാത്തത് നോമ്പായിട്ട് നിർവഹിക്കേണ്ടതൊക്കെ ഉണ്ട്. അതാ രൂപത്തിൽ നിർവഹിക്കാം. ഇതിന് പുറമെ സുന്നത്തായ നിലക്ക് സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ബാധ്യതകളുണ്ട്. പൊതുസമൂഹത്തിനും കുടുംബത്തിനും അതുപോലെ തന്നെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുക്കേണ്ടത്. അതും ഒരു വകുപ്പാണ് നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല തന്നത്. നിറഞ്ഞ സുഹൃതങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ആള് ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അവർക്ക് വലിയ വലിയ പദവികൾ അല്ലാഹു തആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്ത മഹാനല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രയാണ് ആ സ്വതക്കന്റെ വലുപ്പം? 40,000 ദിർഹം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിലുള്ളതിൽ 35,000 ദിർഹവും ചെലവഴിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ ആകെ ഒരു 5,000 ദിർഹം കൊണ്ട് കച്ചവടം ചെയ്ത് വികസിപ്പിച്ച് അങ്ങനെയാ കുടുംബം പോറ്റിയിരുന്നത്. എത്ര ആ ശതമാനം കൂട്ടി നോക്ക് നിങ്ങൾ, പകുതിയല്ല. അതിന്റെ 95% കൊടുത്തു. കുറഞ്ഞത് മാത്രം ബാക്കി വെച്ചു. കുടുംബത്തെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി ചെറിയൊരു കച്ചവടം ചെയ്ത് മഹാനവറുകൾ അതിൽ നിന്ന് സമ്പാദിച്ചു കുടുംബത്തിന്റെ ചെലവ്. ഇത്രയും വലിയ 35,000 ദിർഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിർഹം വെച്ച് കൂട്ടരുത് കേട്ടോ. അങ്ങനെ കൂട്ടിയ സംഗതി പോയി. കോടിക്കണക്കിന് കൂട്ടണത് നമ്മൾ കൂട്ടിയാൽ ഒക്കൂല. അന്നൊക്കെ ഒരു ദിർഹമിന് തന്നെ എത്രമാത്രം വലുപ്പുണ്ട്, മൂല്യമുണ്ട്. അത്രയും ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിലായി ചെലവഴിച്ചു. വഫാത്തിന്റെ തൊട്ടു മുമ്പ് തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സ്വത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്വത്താണ്. സ്വന്തം സ്വത്ത് പോലെ ഞാൻ കൈകാര്യം ചെയ്തൊരു സ്വത്താണത്. എന്റെ സ്വത്ത് പോലെ ഞാൻ കൈകാര്യം ചെയ്തിട്ട് ദീനിന് വേണ്ടി ചെലവഴിച്ചൊരു സമ്പത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത്. അത്രയും മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി നിറഞ്ഞ അമലാണത്. അത് അമില സ്വാലിഹാത്തി ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അവർക്ക് അല്ലാഹു തആല വലിയ പദവികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈമാനോടെ സുഹൃതങ്ങൾ ധാരാളം ചെയ്തു നീങ്ങാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒട്ടും കുറവുണ്ടാകരുത്. കഴിവിന്റെ പരമാവധി സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണം. നിസ്കാരങ്ങളും നോമ്പുകളും മറ്റു ആരാധനാ കർമ്മങ്ങളും മാത്രമല്ല, സമൂഹത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തെ സേവിക്കാൻ പറ്റും. പാവപ്പെട്ട ആളുകൾക്ക് ഒത്താശ ചെയ്തിട്ടും ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകളെ നല്ലോണം പരിഗണിച്ചിട്ടും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പറ്റിയ പരിക്കുകളൊക്കെ പുറത്തു കൊടുത്തിട്ടും മാപ്പാക്കി കൊടുത്തിട്ടുമൊക്കെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാം.